ഇവിടേക്ക് ഒരു വട്ടവട ഫീൽ ഉണ്ട് കേട്ടോ. ഇതായോണ്ട് ഒന്നും അറിയണില്ല. അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകും. ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ ഇവിടെ. എന്ന് വെച്ചാൽ അധികം ആൾക്കാരുടെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കുളിക്കുന്നവർ സൂക്ഷിച്ച് കുളിക്കുക. ഇവിടുത്തെ നാട്ടുകാർ ഇറങ്ങുന്ന കണ്ടിട്ട് നിങ്ങൾ ചാടി ഇറങ്ങാനായിട്ട് നിൽക്കണ്ട, പണി കിട്ടും. അപ്പോൾ നമ്മളിവിടെ സൺസെറ്റ് കാണാനായിട്ട് പോവാണ്. സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം മൂടി നിൽക്കുകയാണ്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് സൺസെറ്റൊക്കെ ഭയങ്കര കുറവാണ് കാണല്. അതുകൊണ്ട് ഒന്നിനും കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഒരു മൂടി നിൽക്കുകയാണ്, പോയി നോക്കാം. അപ്പോൾ ആ ഒരു സ്ഥലവും കൂടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കരീസ്മയെ കൊണ്ട് പോകണതാണ് കേട്ടോ. കരീസ്മ എടുത്തു കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നൊരു 5-6 വട്ടം അവിടെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളെ ആ ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് വെച്ചു. എല്ലാവർക്കും ഇവിടെ ടൗണിലുള്ള എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണത്. ചാലിക്കര അക്കുടേറ്റാണ് സ്ഥലം. അത് മാമ്പഴത്തിലൊക്കെ നിങ്ങൾ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാറല്ലാതെ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മണ്ടയിലായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞങ്ങൾ നേരത്തെ പൊക്കോണ്ടിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു അവിടുത്തെ വഴികളൊക്കെ. എന്ന് വെച്ചാൽ വണ്ടി കയറി പോകാനായിട്ട് ചിലപ്പോൾ ഈ മഴയൊക്കെ വേണ്ടിയിട്ട് പന്ന റോഡായിരിക്കും, ഒരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ അങ്ങോട്ട് കയറി പോകാനായിട്ട്. അപ്പം ഒന്നെങ്കിൽ ബൈക്കിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. അത്യാവശ്യം നല്ലൊരു വ്യൂ അവരുടെ മണ്ടയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള വണ്ടി സ്ക്രാം ഫോളോവനാണ്. അപ്പോൾ പോണ വഴിയിൽ ഇവൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞ് പോവാം. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, എന്നാലും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ തന്നെ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. നമ്മളിപ്പം പത്തനാപുരത്ത് നിന്നും പുനലൂരേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ റോഡിൽ തന്നെയാണ് നമ്മൾ മിക്ക വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെയും വൈകുന്നേരമൊക്കെ വലിയ തിരക്ക് കാണില്ല. നമ്മളെ വീഡിയോ എടുക്കുന്ന ആ ടൈമിലൊക്കെ ഭയങ്കര റോഡിലും തിരക്ക് കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ടൈം ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. എന്തായാലും ഇവിടുന്ന് നമുക്ക് 2 വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് പുന്നല വഴി കയറി കടവൂരിൽ നിന്ന് ചാലിക്കര അങ്ങനെ പോവാം. രണ്ടാമത്തെ വഴി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അലുമുക്കിൽ നിന്ന് നമ്മൾ അച്ചൻകോല് പോകുന്ന റോഡ് കയറി അവിടുന്ന് കറവൂരിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് ചാലിക്കര. ആ റോഡ് തന്നെയാണ് പുന്നലിൽ നിന്ന് വരുന്നത്. ഒരു വഴി കൂടെ ഗൈസ്, 3 വഴിയുണ്ട് മൊത്തത്തിൽ. 2 വഴി എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ വഴി എന്ന് വെച്ചാൽ നെല്ലിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നേരെ ചാലിക്കര ഡയറക്റ്റ് നമുക്ക് ചാലിക്കര പോകാൻ പറ്റും. കറവൂര് പോകേണ്ട ആവശ്യമില്ല. ചാലിക്കരയിൽ നിന്ന് നമ്മുടെ അക്കുഡേറ്റ്. അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാമ്പഴത്തിലേക്ക് വേണമെങ്കിലും ഡൈവേഷൻ അടിച്ച് പോകാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലങ്ങളാണ്. നിങ്ങൾ നമ്മുടെ കൊല്ലം സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊല്ലം ഏരിയയിലോട്ടൊക്കെ റൈഡ് നോക്കുന്നുണ്ട്, 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കൺസിഡർ ചെയ്യാവുന്ന സ്ഥലങ്ങളാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും. ബട്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ, അറിയാത്ത ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം പോകെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാം കേട്ടോ. ഇതിപ്പം കുറച്ച് ഇങ്ങനെ മെയിൻ റോഡ് തന്നെ ആയിരിക്കും. ഞാൻ അധികം ഡ്യൂറേഷൻ എടുത്തിട്ട് ഇതിപ്പോൾ അലുമുക്ക് എത്തിയിട്ട് ഒന്ന് ഡ്യൂറേഷൻ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുവരെ നമുക്ക് വണ്ടീനെ കുറിച്ച് പറയാം. സോ അപ്പം മടുക്കില്ലല്ലോ. നിങ്ങളുടെ ഹിമാലയൻ ഫോളോവൻ എഞ്ചിൻ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇഷ്ടപ്പെടും കേട്ടോ, ഈ ഒരു എഞ്ചിൻ സ്ക്രാമിൻ്റെ. കാരണം ഞാൻ കുറേ നാളായിട്ട് റൈഡിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ് സ്ക്രാം ഫോളോവൻ. ഇതിൻ്റെ സ്ക്രാം 440 ആണ് നിങ്ങൾക്ക് ഇപ്പം മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടുക. അത് ഓടിച്ചായിരുന്നു, അതും നൈസ് വണ്ടിയാണ്. പക്ഷെ നമുക്ക് റിവ്യൂവിന് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിയിട്ട് നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് വെച്ചാൽ റിവർ ബേസ് നമുക്ക് ഇതിനകത്ത് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നീട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്പീഡ് ഗിയറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് അതിനകത്ത് വരുന്നത്. ഇത് വരുമ്പോൾ 5 സ്പീഡാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ലാസ്റ്റ് കൊടൈക്കനാൽ ഡ്രൈവിനകത്ത് എല്ലാം സ്ക്രാം കൊണ്ടുപോയപ്പോഴും ഹൈവേ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗിയറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു ഫീലൊക്കെ അതിനകത്ത് മാറിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫോളോവിൻ്റെ ആ എഞ്ചിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സാധനമാണ്. ആ ഒരു സാധനം നിങ്ങൾക്ക് 440-ലും കിട്ടും.
അപ്പം പഴയ ഫോളോ ഓൺ എടുക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ടീമുകളൊക്കെ പുതിയ വണ്ടി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ 440 തന്നെ ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എഞ്ചിൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പോയി എടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക കേട്ടോ. ഒരു ഫോളോവൻ പിന്നെ ചില ആൾക്കാരുണ്ട് എന്നെ പോലെ ഫോളോവൻ തന്നെ പ്രാന്ത് പിടിച്ച് അത്രയും ആഗ്രഹമുള്ളവർ. അവർ സെക്കൻഡ് നല്ലൊരു വണ്ടി വരുന്ന നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ലൊരു വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ബൈ ചെയ്യുക. നമ്മുടെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ്. പക്ഷേ നോക്കട്ടെ, മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും 440 ഞാൻ നോക്കുന്നില്ല, കാരണം മറ്റേ ആഗ്രഹം അതിനേക്കാളും ഹൈറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്കൊരു പുതിയ വണ്ടി വേണമെന്ന് തീരെ നിർബന്ധമില്ല. അപ്പം എനിക്ക് ഒരു പഴയ ഫോളോവും കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് അതിനകത്ത്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് പുതിയ വണ്ടി തന്നെ വേണം നിർബന്ധമുള്ളവരുണ്ടാകും, അവർക്ക് 440 പോകാം കേട്ടോ. നമുക്ക് വേണ്ട ഇതാണ് അലിമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷൻ, പുണിയൂരോട്ട് പോകുന്നത് പത്തനാട് നിന്ന്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുക്കാം. ഈ റോഡ് ഞാൻ കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെല്ലിപ്പള്ളിയിൽ നിന്ന് പോകാം പുണിയൂരിൽ നിന്ന്. ഞാനിപ്പോൾ ഈ റോഡാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. അലിമുക്കിൽ നിന്ന് ലെഫ്റ്റ് പത്തനാട് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ്. ഇത് അച്ചൻകോവിൽ പോണ വഴിയാണ് കേട്ടോ. നിങ്ങൾ അച്ചൻകോവിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അലിമുക്കിൽ നിന്ന് ലെഫ്റ്റ് എടുത്തത് നേരെ അച്ചൻകോവിൽ പോകുന്ന റോഡാണ്. ഈ റോഡ് അത്യാവശ്യം ഗട്ടറാണ്, പക്ഷെ സ്ക്രാം ആയതുകൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല കേട്ടോ. ഇതിന് അടിച്ച് പിന്നെ പോകാൻ പറ്റില്ല, ഇതിനകത്ത് അറിയത്തില്ല ഈ റോഡിലെ കുഴികളൊന്നും നമ്മൾ പോകുന്നത്. ഒരു പ്ലസ് പോയിന്റ് ആണ് വണ്ടിയുടെ. ഈ സാധനം നമുക്ക് റോഡിലും ഇങ്ങനെയുള്ള റോഡിലും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചവിട്ടി നിർത്തി എടുത്തോണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, കൂളായിട്ട് തന്നെ പോകാൻ പറ്റും. ഇവിടെ റോഡ് പണിക്ക് വേണ്ടിയിട്ടൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ്, ഇടയ്ക്കുന്ന കഴിഞ്ഞാണ്. വീണ്ടും മഴയൊക്കെ പോയി അങ്ങനെ പോയി. ഇനിയിപ്പോൾ അടുത്ത റോഡ് പണിക്ക് വേണ്ടി പൊളിച്ചിട്ട് വേണം. മൊത്തം പോയി കിടക്കാണ് കേട്ടോ, റോഡ് മൊത്തം പോയി കിടക്കാണ്. പഴയ റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടേക്കാം. ജസ്റ്റ് എന്ത് എഴുന്നേറ്റ് ഒന്ന് കൊടുത്താൽ മതി, വണ്ടി വെക്കോളൂ. കയ്യിൽ നിന്ന് പോകണ്ട നോക്കണം കേട്ടാ. വേറൊരു കുഴപ്പം വണ്ടിക്കത്തില്ല. ഹിമാലയന്റെ വെയിറ്റ് ഇത്തിരി കൂടുതലാണെങ്കിൽ ഹിമാലയ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ് എന്ന് പറയുന്ന ടീമുകൾക്കൊക്കെ പറ്റിയ സാധനമായിരിക്കും കേട്ടോ ഇത്. സ്ക്രാം ഭയങ്കര അൺറേറ്റഡ് ആയിട്ട് പോയി എന്ന് തോന്നുന്ന ഒരു വണ്ടിയാണിത്. ഹിമാലയൻ ഇറങ്ങിയ ടൈമിൽ ഇറങ്ങിയപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ അവർക്ക് പറ്റിയൊരു മുതലാണിത്. ഹിമാലയൻ്റെ അതേ ഒരു ഫീലിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈറ്റായിട്ട് ഈ സാധനം കൊണ്ടുവരാം. ഹിമാലയൻ നയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഗട്ട്സ് വേണം ഗൈസ്. പക്ഷെ അതേ ഫീലിൽ ഈ സാധനം നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഈ കുറച്ചും കൂടി ഈസി ആയിട്ട് ഹിമാലയൻ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റും. അല്ല, അലിമുഖി നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു സൈഡൊക്കെ നല്ല കാടാണ്, ഫോറസ്റ്റിന്റെ ഏരിയ ആണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത്. അപ്പം ഇങ്ങോട്ട് വരുന്നവർ കഴിവതും പ്ലാസ്റ്റിക്കുകളും പിന്നെ വെള്ളം അടിക്കാൻ വരുന്ന ടീമുകളൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഒന്നും അത് ചെയ്യാതിരിക്കുക കേട്ടോ. കഴിവതും ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പം കുപ്പികളൊക്കെ സൈഡിലൊക്കെ ഒത്തിരിയും കിടക്കുന്നതാണ്. നമ്മൾ ഈ പോയിന്റിലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്ഥലത്തൊക്കെ നിർത്തി കഴിയുമ്പോഴത്തേന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. മാക്സിമം ഇവിടെ ഒന്ന് വൃത്തികേടാക്കാതിരിക്കുക, വന്ന് കണ്ട് നല്ലതായിട്ട് തന്നെ പോവുക. ആ മാമ്പഴത്തിലെ വ്യൂ പോയിന്റിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് വെച്ചാൽ കഴിഞ്ഞ വട്ടം പോയപ്പോഴും നമ്മൾ പറഞ്ഞാണ് പ്ലാസ്റ്റിക്കിന്റെ മേളം. ഫുഡ് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ല ആംബിയൻസാണ്, കാണാനും നല്ല സ്ഥലം, ആടി ശല്യമില്ല, ഫുഡൊക്കെ കഴിക്കാൻ നല്ല ആംബിയൻസാണ്. പക്ഷെ ആ ആംബിയൻസിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഈ വേസ്റ്റ് താപ്പോട്ടൊന്ന് ഇട്ടിട്ടൊക്കെ പോകും. പിന്നീട് വരുന്ന ഒരാൾക്ക് ആ ഒരു ഫീലോടെ അവിടെ ഇരുന്ന് കഴിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റൂല. അമ്മാതിരി രീതിയിൽ അവിടെ വേസ്റ്റ് ഇട്ടേക്കാം. അതുകൊണ്ട് വരുന്ന ആൾക്കാർ അത് നശിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് ഓരോ വീഡിയോസും നമുക്ക് ഹിഡൻ പ്ലേസസ് പോലും ചെയ്യാൻ പോലും പേടിയാണ്, കാരണം ആൾക്കാർ അതൊന്നും നശിപ്പിക്കുക. അതുകൊണ്ട് വരുന്ന ആൾക്കാർ റെസ്പോൺസിബിളായിട്ട് വന്ന് കാടിനെ കണ്ട് ആസ്വദിക്കുക, തിരിച്ചു പോവുക.
നമ്മുടേതായിട്ടൊന്നും അവിടുന്ന് നിക്ഷേപിക്കാതിരിക്കുക. നമുക്ക് അവിടുന്ന് കാഴ്ചകൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ പോവാട്ടോ. ഇത് ഇങ്ങോട്ട് കയറിയപ്പോഴേ അന്തരീക്ഷം മൊത്തത്തിൽ മാറി കേട്ടോ. എന്ന് വെച്ചാൽ മൊത്തം ഇതിപ്പോ യൂക്കാലിസ് ആണ്. യൂക്കാലിസിന്റെ ഇതിപ്പോ രണ്ടാമത് വെച്ച് വളർന്ന സാധനമാണ്. ഒരിടയ്ക്ക് വെച്ചിട്ട് ഇത് വെട്ടിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. അന്ന് നമുക്ക് വീട് ഇരുന്ന് എടുക്കാൻ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റോഡാണിത്. കാരണം നമ്മുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ കയറി വരും. നല്ല സ്ഥലമായതുകൊണ്ടേ നമുക്ക് അടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റുന്ന സ്ഥലം ഇതാണ്. അതുകൊണ്ട് എത്ര വട്ടം വന്നാലും മടുക്കൂല കേട്ടോ. ഓരോ വട്ടം വരുമ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇത് വെട്ടിക്കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. വളർന്നു നിൽക്കുമ്പോൾ വേറൊരു ഫീലാണ്. ഇതിന്റെ അപ്പുറത്തൊരു വശമുണ്ട് ചെറുകടവ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിച്ചിരുന്നു. ചെറുകടവിലെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ ഞാൻ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആൾക്കാർ കണ്ടുപിടിച്ചു ഗൈസ്. കാരണം ചെറുകടവിനെ കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം കുറച്ച് ആനശല്യമൊക്കെ ഇപ്പം കൂടുതലാണ്. ഈ 2 ആഴ്ചയായിട്ട് ആനശല്യമൊക്കെ ചെറുകടവിൽ കൂടുതലാണ്. ഇവിടെ എവിടേക്കോ ഒരു വട്ടവട ഫീൽ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല, ചെറുകടവിലാണ് അത് കൂടുതലും. ചെറുകടവിൽ ഇങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പം ആ വഴി നമ്മളിങ്ങനെ കയറി വരുമ്പം എവിടേക്കോ നമുക്കൊരു വട്ടവട ഒരു ഫീൽ കിട്ടും. നല്ല രസമാണ് അത് കാണാനായിട്ട്. 2 സൈഡിൽ നമ്മുടെ ഈ യൂക്കാലിസ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നതും അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒരു ചെറിയ റോഡും എല്ലാം. ഇവിടെയൊക്കെ മണ്ണിടിച്ചിലിൽ പാറയിടിച്ച് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ അച്ചൻകോവിൽ റോഡാണ്. അച്ചൻകോവിൽ മലനിരകളാണ് മുമ്പിൽ കാണുന്നതെല്ലാം. നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് തമിഴ്നാട് ഇറങ്ങാം. നമ്മുടെ സ്ഥിരം റോഡാണത് തമിഴ്നാട് പോകാനായിട്ട്. ഇതാണ് കറവൂർ എന്ന് പറയുന്ന ജംഗ്ഷൻ. ഇവിടെ നിന്ന് നേരെ കിടക്കുന്നതാണ് നമ്മുടെ അച്ചൻകോവിൽ റോഡ്. ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് ചാലിയക്കടിക്ക് പോകേണ്ടത്. ഈ ലെഫ്റ്റ് പോണത് പത്തനാപുരം പുന്നല നമ്മൾ പറഞ്ഞില്ലേ. ഇവിടുന്ന് റൈറ്റ് കയറുക. റൈറ്റ് കയറുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു കിടങ്ങ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നതാണ് ചാലിയക്കര. ഇതിവിടെ ഒരു ബോർഡ് കാണാം. രാജഗിരി റബ്ബർ ആൻഡ് പ്രൊഡക്ഷൻ കമ്പനി ചാലിയക്കര എവിറ്റിയുടെ എസ്റ്റേറ്റാണ് ചാലിയക്കരയിലെ. ഇത് കടപ്പുറ എസ്റ്റേറ്റാണ് കേട്ടോ. ഇവിടെ എല്ലാം ലയങ്ങൾ കാണാനായിട്ട് പറ്റും. അങ്ങോട്ടും ഇനി ഒത്തിരി ലയങ്ങളുണ്ട്. ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് അച്ചൻകോവിൽ അങ്ങനെ ചെറുകടവ് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ചെറുകടവിൽ ഇതുവഴിയും കയറാൻ പറ്റും. വേറൊരു വഴിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ചാലിയക്കര പാലം പോയിട്ട് ഞാൻ ചെറുകടവിലോട്ട് പോയി കാണിച്ചു തരാം. ഇപ്പുറത്ത് നല്ല ഒരു ചെറിയൊരു തോടുണ്ട് കേട്ടോ. തോടുണ്ട്, ഇതിനകത്ത് അത്യാവശ്യം വെള്ളം കീറി വരും. ഇവിടുത്തെ ആൾക്കാരൊക്കെ വണ്ടി ഓടിച്ച് പഠിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ബൈക്കൊക്കെ ഓടിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്ന് വെച്ചാൽ അധികം തിരക്ക് കാണത്തില്ല ഇവിടെ. സൺഡേ മാത്രമേ ഈ റോഡിൽ അധികം വാഹനങ്ങൾ കാണുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ അത്യാവശ്യം ഫ്രീ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് പഠിക്കാനായിട്ട് കുറച്ച് ലോങ് സ്ട്രെച്ച് കിട്ടും ഇവിടെ ഓടിക്കാനായിട്ട്. ഇപ്പം ഗിയറൊക്കെ മാറി നമുക്ക് 2 വീലറൊക്കെ പഠിക്കുന്നവർക്ക് പഠിക്കാൻ ആരുടെ ശല്യം ഇല്ലാതെ അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടുന്ന് അക്കുഡേറ്റിലോട്ട് വലിയ ദൂരമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് അക്കുഡേറ്റിലോട്ട് കയറി പോകുന്ന വഴി. ഇത് അവിടെ ഒരു സൈൻ ബോർഡോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കയറി കഴിയുമ്പോൾ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ചെറിയൊരു കുളം കാണാം. അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കല്ലേ. ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ഒരു കനാലിന്റെ സൈഡിലോട്ടാണ് കയറുന്നത് കേട്ടോ. ഇത് ഇവിടെ നിന്ന് റൈറ്റ്.
റോഡ് മോശമാണ്, സ്ക്രാം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേട് വരുന്നത് കേട്ടോ. ഇതായോണ്ട് ഒന്നും അറിയണില്ല. ഇവിടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ റോഡ് ക്രോസ് ആയിട്ട് മരവും ചില്ലൊക്കെ നടക്കാണ്ട് കാറും കൊണ്ട് കയറി വരുമ്പോൾ സൂക്ഷിക്കുക. അതിൻ്റെ താഴെ വരെ മാത്രമേ കാറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ സേഫായിട്ട് വരാൻ പറ്റുള്ളൂ. അല്ല പിന്നെ മെയിൻ സംഭവം ഉണ്ട്, ഇവിടുത്തെ ചെളിയാണ് ഗൈസ്. തെന്നല്ലേ കാലും കുത്തല്. വണ്ടി അങ്ങ് വിട്ടാൽ മതി, വണ്ടി പൊക്കോളും. നമ്മളതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇരുന്ന് കൊടുത്താൽ മതി. കനാലിൽ പോകില്ല കേട്ടാ. ബൈക്കൊക്കെ പോയിട്ടുണ്ട്. വഴി നേരെ തന്നെ വരുന്നത് അക്വഡേറ്റിലാണ്. ഇതേപോലത്തെ കുറെ അക്വഡേറ്റ്സ് നമ്മുടെ കൊല്ലം ജില്ലയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടാ. അതിലൊന്നാണ് നമ്മുടെ മണലി അക്വഡേറ്റ്. അതും കാണാൻ നല്ല രസമാണ്. ഡ്രോൺ ഷോട്ടൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം. നമ്മുടെ അനീഷേട്ടനൊക്കെ അവിടുത്തെ കുറേ ഡ്രോൺ ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പുള്ളിനെ സെർച്ച് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ തുണിയൊക്കെ ഇട്ടേക്കുന്ന ആൾക്കാർ കുളിക്കാൻ വന്നതാണ്. അപ്പോൾ കുറച്ചുണ്ട് ഇത്. ഇതിനകത്ത് തന്നെ കാലൊന്നും കുത്താൻ നിൽക്കില്ല കേട്ടോ, നല്ല ചെളിയാണ്. വണ്ടിയുടെ മണ്ടേ തന്നെ ഇരുന്ന് അങ്ങ് പോവാ ആണല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് കൊടുത്താൽ മതി, വണ്ടി അങ്ങ് പൊക്കോളും. യെസ്, ഏത് പാത്ത് വേണം മേലിൽ കൂടെ കയറിപ്പോം. കാരണം എനിക്ക് ചെളിക്കത്തിട്ട് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇതൊക്കെ ചെറിയ പാത്രത്തിൽ ഇടയ്ക്ക് വണ്ടി വീഴുന്നുണ്ടോ നോക്കുക, എന്നിട്ട് പോവുക. ഇതാണ് നമ്മുടെ ചാലിയക്കര അക്വഡേറ്റ്. പണ്ടോട്ടുള്ള സ്ഥലം കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ഇത് നിർത്തി കാണിച്ചിട്ടോ. ഇവിടെയാണ് നമ്മുടെ ചാലിയക്കര പുഴ, ആറ്. നമുക്ക് ഇങ്ങോട്ട് വണ്ടി വെക്കാം. ഇവിടെ ഭയങ്കര രസമാണ് വണ്ടി വെക്കാനായിട്ട്. നമുക്ക് ഇവിടെ വണ്ടി വെക്കാം. ഇവിടെ വണ്ടി വെക്കുമ്പോൾ കുറച്ച് സീൻസ് കിട്ടും. ആടി നടുക്കിരിക്കട്ടെ. വണ്ടി ഓഫായി കഴിഞ്ഞപ്പോൾ എന്നാ ഒരു സൗണ്ട് നോക്കി. ഇവിടുത്തെ രസമുണ്ടല്ലേ. ആ സൗണ്ട് നമ്മളൊന്ന് കേൾപ്പിച്ചു തരാം. അത് കൂടുതലും ഈ വെള്ളം, ഇവിടെ ഒരു വെള്ളം വീഴുന്നൊരു സ്ഥലമുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. കേട്ടോ, ഇതേ വെള്ളം പോകുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോവും. അതിൻ്റെ സൗണ്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ആ താഴത്തെ പാലത്തിനോടൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഈ വെള്ളം ഇങ്ങനെ പോയിട്ട് അവിടെ നിന്നുണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ ഇവിടെ. എന്ന് വെച്ചാൽ അധികം ആൾക്കാരുടെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കിങ്ങനെ ഒന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം. തെന്നി അടിച്ചൊന്നും താഴെ ഒന്നും വീഴല്. വന്നിട്ട് ഇതേപോലെ ഡയറി മിൽക്കൊക്കെ തിന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പോകല്. കപ്പിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറി മിൽക്ക് തിന്നിട്ട് നിങ്ങൾ പോവുക.
ഇതിന് മണ്ടയ്ക്ക് കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ട് കയറി ഇരിക്കുക, വീഴരുത്. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കുക. നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് കുറച്ച് നേരം ആ വെള്ളം പോകുന്നത് കൂടെ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ചെറുകടവിലോട്ട് പോകാം. സൺസെറ്റ് ആവാനായിട്ട് ഇനിയും ടൈം എടുക്കും. 4:36 ആയുള്ളൂ, 4:36 ആയുള്ളൂ. അപ്പം സൺസെറ്റ് ആവാനായിട്ട് കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പം കുറച്ചുകൂടെ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. പിന്നെ രസമാണെന്ന് അറിയാം കാണാനായിട്ട്. ഇവിടെ എല്ലാം വെള്ളം കയറും കേട്ടോ, ഈ സൈഡിലൊക്കെ. അതുകൊണ്ട് അവിടെയൊക്കെ നനഞ്ഞു കിടക്കുന്നില്ല. ഇവിടെ എല്ലാം നല്ലപോലെ വെള്ളം കയറും. അത്യാവശ്യം മേളിൽ നല്ല മഴ പെയ്യുമ്പോഴത്തേന് ഉരുളൊക്കെ പൊട്ടി വരുമ്പോൾ നല്ല വെള്ളം ഇതിനകത്തൂടെ വരും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളം വരും. ഇപ്പോൾ ഈ കാണുന്ന പോലെ ആയിരിക്കത്തില്ല ഇതിൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കുളിക്കുന്നവർ സൂക്ഷിച്ച് കുളിക്കുക. ഇവിടുത്തെ നാട്ടുകാർ ഇറങ്ങുന്ന കണ്ടിട്ട് നിങ്ങൾ ചാടി ഇറങ്ങാനായിട്ട് നിൽക്കണ്ട, പണി കിട്ടും. ഇങ്ങനെ ഈ സൗണ്ടും കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ ഭയങ്കര രസമാണ്. താപ്പോട്ടൊക്കെ ഇറങ്ങി പോയിരിക്കാനും നല്ല മൂഡാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ താപ്പോട്ട് ഇറങ്ങണില്ല, ഇവിടെ എന്നിട്ട് എൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. അത് നമുക്ക് കണ്ണാടി പോലെ ഈ വെള്ളത്തിൻ്റെ അകത്ത് കാണാനായിട്ട് വരും കേട്ടോ. താഴെ കല്ലൊക്കെ കിടക്കുന്നതെല്ലാം ഇറങ്ങാൻ നിൽക്കണ്ട പരിചയമില്ലാതെ, കാരണം ഇവിടെ എല്ലാം കയങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കാലൊക്കെ കല്ലിൻ്റെ ഇടയിൽ വിട്ടിട്ട് ലോക്കായി പോകും. സോ ബി കെയർഫുൾ. വരുന്നവരെല്ലാവരും വന്ന് കണ്ട് ആസ്വദിച്ച് സേഫായിട്ട് തന്നെ പോവുക. അങ്ങനെ രസമുണ്ടോ നോക്കിയല്ലേ. ആ ഒരു സൺസെറ്റും കൂടെ കിട്ടിയാൽ ഭയങ്കര രസമാണ്. അളിയൻ താപ്പോട്ട് ഇപ്പോഴേ വരുന്നില്ല, ടൈമുണ്ടല്ലോ, 5 മണിയൊക്കെ ആയിട്ട് കാണാം. നമുക്ക് ചെറുകടവിലോട് അപ്പുറത്തോട്ടൊന്ന് പോയിട്ടേ തിരിച്ച് വരുമ്പോഴത്തേന് അളിയൻ വരുമോ നോക്കാം. സോ എന്തായാലും കൊല്ലത്ത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ആൾക്കാർക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഹിഡൻ പ്ലേസ് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ടൗണിലുള്ള എല്ലാവർക്കും അറിയാം. അവരൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് ചില്ല് ചെയ്യാനിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം നിങ്ങളൊക്കെ വന്ന് കാണാൻ പറ്റുന്നവരെല്ലാം കാണുക. ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ട് പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോവുക. ഈ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാതെ സിഗരറ്റൊക്കെ വലിക്കുന്നവരാണെങ്കിൽ വലിച്ചിട്ട് തിരിച്ച് എൻ്റെ പാക്കറ്റ് കൊണ്ടുപോവുക. എന്നിട്ട് കറക്റ്റ് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക, വൃത്തികേടാക്കാണ്ടിരിക്കുക. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാം. ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മുമ്പോട്ട് നമുക്ക് ഇവിടുത്തെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചെറുക്കനെയും കൊണ്ടുവരാം, കരീസ്മിനെ കൊണ്ടുവരാം. നമുക്ക് പതിയെ മുമ്പോട്ട് പോകാം. അത് ചാലിക്കര എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് അവർ പെർമിഷൻ ഒന്നും തരില്ല. പക്ഷേ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒരു രക്ഷയില്ല. അതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനകത്തോടെ തന്നെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ശരിക്കും ഇങ്ങനൊരു വീട് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ കാണാൻ ഭയങ്കര രസമാണല്ലേ. മറ്റേ പൂച്ചെടിയല്ലേ, പൂച്ചെടി ആ സാധനം വെച്ചിട്ട് വെയിൽ പോലെയൊക്കെ ചെയ്തിട്ട് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നു. കാരണം പോച്ചയൊക്കെ വെട്ടണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. പക്ഷേ ഭയങ്കര രസമാണ് കാണാനായിട്ട്. കണ്ടല്ലേ, ഇതിൻ്റെ മേളൊരു ബംഗ്ലാവുണ്ടേ, അതങ്ങനെ ആൾക്കാർ കയറ്റി വിടില്ല. പക്ഷേ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായില്ല അവിടെ, കാരണം അങ്ങനെ ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു അവിടെ. അവരുടെ പെർമിഷൻ തരില്ല വീഡിയോ എടുക്കാനൊന്നും. സോ അതുകൊണ്ട് അവിടെ പോയി കണ്ട് നേരെ എനിക്ക് വരികയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. ഇവിടൊക്കെ വെച്ച് വീണുള്ള അവസ്ഥ അപ്പുറത്തെ ആൾക്കാരൊന്നും പോയിട്ട് ആളെ വിടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മറ്റേ വെള്ളം പോകണ്ടെന്ന്, അത് ഇതിൽ കൂടിയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ആ ഷട്ടർ കാണാൻ പറ്റും. ഞാൻ ഷട്ടർ ഇവിടുന്ന് ഇറങ്ങി കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്താണ് അപ്പുറത്തോട്ട് ഇങ്ങനെ പോണത് കേട്ടോ.
വെള്ളം ഡൈവേർട്ട് ചെയ്ത് പോകുന്ന അവിടെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലേ, ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് വരും. ഇതിൻ്റെ അകത്ത് വന്നിട്ട് തിരിഞ്ഞാണ് താപ്പോട്ട് പോകുന്നത്. മുന്നോട്ട് പോയി ചെറുകടവിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടെ കാണിച്ചു തരാം. ഈ കാറ് കയറി വന്ന വഴി ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ചെറുകടവ് അല്ലെങ്കിൽ ചാലിക്കടമ്പ ഏത് ഭാഗത്തു നിന്ന് കയറി വരുന്നതാണ് ഈ കാറൊക്കെ. നോക്കി, ഓ ബഹളം ഉണ്ടാക്കാൻ വന്നായിരുന്നെങ്കിൽ അതിനെ നമുക്ക് കിട്ടിയാനെ കാണാനായിട്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിനെ കാണാനായിട്ട്. നമുക്ക് കുറച്ച് ബഹളം ഉണ്ടാക്കാതെ പോവാം. ഇവിടെ ഒറ്റയ്ക്ക് വന്നുള്ള ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നിർത്തി നിർത്തി കണ്ടേച്ച് പോവാം. പൊളിഞ്ഞിരിക്കുകയാണെന്നറിയില്ല, എന്നാലും ഞാൻ കയറുകയാണ്. പൊളിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് എന്തായാലും താപ്പോട്ട് പോകാനെ കേട്ടോ. ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് പോകാൻ അകത്തൊരു തുരങ്കമുണ്ട്. എനിക്ക് എത്തി നോക്കാൻ പേടിയാണ് കേട്ടോ, അത് ഞാൻ സത്യമായിട്ട് പറയാം. എനിക്ക് എത്തി നോക്കാനൊക്കെ പേടിയാണ്. അത് വേറെ കാര്യം. ഒരു വണ്ടി കണ്ട് നമുക്കിവിടെ ഒന്ന് ഒതുക്കി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റൂല. എനിക്ക് കറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി വരാം കേട്ടോ. കറങ്ങി വന്നിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ചെയ്തിട്ട് പോകാം. പാലത്തിൻ്റെ മണ്ടലോട്ട് തന്നെ കാറ് കയറ്റായിരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെയൊക്കെ പൊളിഞ്ഞിരിപ്പുണ്ട് ഇപ്പോഴേ. സൺസെറ്റ് ആവാൻ സമയമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പാൻറില് ചെളി ആക്കണ്ടെന്ന് വെച്ചാണ്, പക്ഷേ പറ്റൂല. ഈ കാണുമ്പോ എങ്ങനെയാണ് പതുക്കെ ഓടിക്കാൻ തോന്നുക, വെള്ളത്തിലൊക്കെ കിടക്കാൻ തോന്നുന്നു. പക്ഷെ വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോ വഴക്ക് വെക്കും. ഇതും അപ്പുറത്തെല്ലാം തോട്ടത്തിലോട്ട് കയറി പോണ വഴികളാണ്, രസമാണ്. അപ്പുറത്തോട്ട് തന്നെ പാരലായിട്ടൊരു റോഡുണ്ട് കേട്ടോ. അവിടെ ചാലിക്കര എസ്റ്റേറ്റിൽ നിന്ന് പോണ റോഡാണത്. അവര് പോട്ടെ, അവര് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ പതിയെ പോവാം. എങ്ങോട്ട് പോവാം? അക്കടേറ്റിൻ്റെ അവിടെ പോവാം. വണ്ടി ഉണ്ടാവും ഫ്രണ്ടിൽ, നോക്കിപ്പോയാൽ മതി. വലിയ വണ്ടി ഇങ്ങനെ പോകുന്നേ അടി വെട്ടാൻ നോക്കിയാൽ മതി. അക്കടേറ്റിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങി പോയായിരുന്നു ആദ്യം. അക്കടേറ്റിൻ്റെ അവിടെ വണ്ടി ഒതുക്കി ഇട്ടിട്ടുണ്ട്. അവിടെ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി നിങ്ങൾക്ക് അപ്പുറത്തോട്ട് നടന്നു പോകാം. എന്നിട്ട് തിരിച്ചെന്നാൽ മതി. ഓക്കെ. എല്ലാവരും അക്കടേറ്റ് കാണാൻ പോവാണ്. അങ്ങനെ ഫാമിലി ആയിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടൊക്കെ പോയിട്ട് പോയാ. അങ്ങനെ ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആൾക്കാരൊക്കെ കാണട്ടെ, അവര് സ്ഥലങ്ങൾ കാണട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി കണ്ടിട്ട് വരുന്നത് ഭയങ്കര രസമാണ്. പ്ലാസ്റ്റിക്കുകളൊക്കെ ഇട്ട് അവിടെ നശിപ്പിക്കാൻ മതി. ഇത് ചാലിക്കടയിൽ മാമ്പഴത്തിന് പോകുന്ന റോഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വഴിയും കനാലിൽ അങ്ങോട്ട് കയറി പോകാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറി ഉപ്പുതറ, ഇത് ഉപ്പുതറ എന്നാണ് പറയുന്നത്. ഇവിടുന്ന് നേരെ കയറി ഇപ്പം മാമ്പഴത്തുക അങ്ങനെ കയറി അങ്ങ് പോകാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം
നമ്മളിനി പോകുന്നത് ചെറുകടവിലോട്ടാണ്. മാമ്പഴത്തറ നേരെ നമ്മൾ ചെറുകടവ് താപ്പോട്ട്. ചെറുകടവില് കഴിഞ്ഞ ആഴ്ചയും ആന ഉണ്ടായിരുന്നു, ആന ഇറങ്ങി ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സോ കെയർഫുൾ. ചെറുകടവിനെ കുറിച്ച് അങ്ങനെ ഞാൻ വെളിയിലോട്ട് അറിയിക്കണമെന്നൊട്ടും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു തുടങ്ങി, അറിഞ്ഞിട്ടുണ്ട്, ആൾക്കാരൊക്കെ വന്നു കണ്ടിട്ടുണ്ട്. ഇതൊരു ചെറുകടവ് ഒരിക്കലും ഒരു വ്യൂ പോയിന്റ് അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ അച്ചൻകോവിലിന്റെയും ചാലിക്കരയുടെയും പോണ റോഡിന്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് ചെറുകടവ്. ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട്, പക്ഷെ ഉപദ്രവം ഉണ്ടോയെന്ന് വെച്ചാൽ അവരുടെ കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഉപദ്രവമാണ്. ആളുകളെ അധികം ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം അതിന് ഇറങ്ങുന്ന ആ ടൈമും കാര്യങ്ങളൊക്കെ തന്നെയല്ല, പക്ക കെയർഫുൾ ആയിരിക്കും. അതുകൊണ്ട് രാത്രിയിലധികം ആൾക്കാരും ഇവിടെ കാണൂല. ഇവിടെയൊക്കെ വെച്ചിട്ട് മിക്കപ്പോഴും മ്ലാവിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നൈറ്റൊക്കെ നമ്മളിങ്ങോട്ട് വരാൻ നേരത്ത് ശരിക്കും മ്ലാവൊക്കെ ഇവിടുന്ന് ചാടി പോകും. റബ്ബർ എസ്റ്റേറ്റ് ആണ് ഇത്. ഇവിടുന്ന് കുറച്ചും കൂടെ കയറി കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് ഈ എസ്റ്റേറ്റ് മാറി ഇതാണ് കാടാണ്. ചാലിക്കരയിലും ഇവിടെ എല്ലാം പശുവിൻ്റെ വളർത്തൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പശുക്കൾ എന്ന് വെച്ചാൽ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. സമയമാകുമ്പോൾ ഒരു വൈകുന്നേരം സമയമാകുമ്പോഴത്തേന് ഇതെല്ലാം മേഞ്ഞ് കഴിഞ്ഞിട്ട് മേപ്പോട്ട് കയറി അങ്ങ് പോകും, വീട്ടിലോട്ട് പോകും. രസമാണത് മേയുന്ന കാണാനായിട്ട്. റോഡ് സൈഡിലൊക്കെ ഉണ്ടാകും കേട്ടോ. ഇത് നാട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവർ വണ്ടി ഓടിച്ചുകൊണ്ട് റഷായിട്ടൊന്നും ഡ്രൈവ് ചെയ്ത് വരാണ്ടിരിക്കുക. കുറേ കുഞ്ഞു പശുക്കളൊക്കെ ഉണ്ട്. സോ ബി കെയർഫുൾ ഗൈസ്. ഇവിടെ ശരിക്കും ആളുണ്ടല്ലോ. പൊതുവേ കുറച്ച് ആൾക്കാരൊക്കെ റോഡിലും കിടപ്പുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ മനസ്സിൽ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ചെറുകടയിലോട്ട് വന്നത്. പക്ഷെ ആൾക്കാരായി അവര് വൈകിട്ട് ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ തന്നെയാണ്. അവിടെ വെള്ളത്തിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കാരണം എപ്പോഴാണ് ഈ വെള്ളം കൂടുന്നതെന്ന് അറിയില്ല. അപ്പം ഇറങ്ങുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചിറങ്ങുക. ഇവിടൊക്കെ നല്ല ആനച്ചൂരടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആനയുടെ നല്ല പ്രസൻസ് ഉള്ള സ്ഥലമാണ് നൈറ്റൊക്കെ. തേക്ക് കാടുകളാണ് കേട്ടോ, തേക്ക്. ആന ക്ലോസ് ചെയ്തിരിക്കാനായിട്ട് ഇപ്പോൾ ഇട്ട് കിടങ്ങാണ്. നേരത്തെ വരുന്ന ടൈമിൽ കിടങ്ങൊന്നുമില്ലായിരുന്നു കേട്ടോ. കിടങ്ങ് ഇപ്പം ആനശല്യം ഉള്ളതുകൊണ്ട് കിടങ്ങിട്ടാണ്. പക്ഷെ അളിയന്മാരതൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് ഇറങ്ങി. എൻജിൻ ഓഫ് ചെയ്ത് സൗണ്ട് കാണും. അല്ലേ, ഭയങ്കര സൈലൻസ് ആണ് ഇവിടെ. ഭയങ്കര സൈലൻസ് ആണ് ഇവിടെ. അതുപോലെ കാണാനും ഭയങ്കര ഒരു മൂഡി എഫക്റ്റ് അല്ലേ, പെട്ടെന്ന് തന്നെ ഒരു ഇരുട്ട് വീണ പോലത്തെ ഒരു ഫീൽ അല്ലേ ഇവിടെ. മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആന ഇറങ്ങിയ സാധനമൊക്കെ. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി നമ്മുടെ സൺസെറ്റിൻ്റെ പരിപാടി എന്താണെന്നൊക്കെ.
തിരിച്ച് നമ്മൾ പോകുന്നത് ഇതുവഴി ചെറുകടവിൽ വന്നിറങ്ങി. ഇത് റൈറ്റ് പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ. ഇത് അച്ചൻകോവിൽ ബസ്സാണ് കേട്ടോ. ഇത് നമ്മുടെ അച്ചൻകോവിൽ ബസ്സാണ് വേണ്ടത് കാണുന്നത് കേട്ടോ. നമ്മൾ നേരെ ഫുഡിൻ്റെ കൊടുക്ക് പോകുന്ന വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ മുള്ളുമല അച്ചൻകോവിൽ ആ റോഡാണ്. നമുക്ക് കുറച്ച് ആനവണ്ടിയുടെ പുറകിൽ പോവാം. നമുക്ക് കുറച്ച് നേരം ആനവണ്ടിയുടെ പുറകിൽ പോയിട്ട് ഇത് പോണ വഴികളൊന്ന് കാണിച്ചത്. ഇങ്ങോട്ടൊക്കെ കുറച്ച് വീതിയുണ്ട്, അച്ചൻകോവിലോട്ട് പോകുമ്പോൾ കുറച്ച് വീതി കുറയും വഴിയുടെ. ഇതേ ഉള്ളൂ. നമുക്ക് ഓട്ടേക്ക് ചെയ്യാം. ചേട്ടന്മാരുടെ റബ്ബറൊക്കെ മുറിച്ചോട്ട് പോകുന്നുണ്ട്. എടുക്കാം, വഴിയൊന്നും കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്കൊരു വൺ ഡേ ട്രിപ്പായിട്ട് എടുത്ത് പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശാലിക്കര കയറി അവിടെ നിന്ന് പിന്നെ അച്ചൻകോവിൽ പോകാനായിട്ട് പറ്റും. പിന്നീട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. വൈൽഡ് ലൈഫ് ക്രോസിംഗ് സോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ചേക്കുന്നതൊന്നും വെറുതെ അല്ല, ആന ഇറങ്ങും, ആന ക്രോസ് ചെയ്യുന്ന സ്ഥലം തന്നെയാണത്. എനിക്ക് ആദ്യമൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ യാത്ര ചെയ്ത് തുടങ്ങി ഈ കാട്ടിലോട്ടൊക്കെ കയറി തുടങ്ങിയ ടൈമിലൊക്കെ ഈ ബോർഡൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഞാനിപ്പോഴെല്ലാം ചിന്തിക്കാറുണ്ടായിരുന്നു, ആന ഇറങ്ങുന്ന സ്ഥലം ചുമ്മാ എഴുതി വെച്ചേക്കാണെന്നൊക്കെ, ഇവിടെ ഒന്നുമില്ലല്ലോ. പക്ഷെ പോകെ ആനേനെയൊക്കെ അവിടെ സ്പോട്ടിൽ കണ്ടു തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് എനിക്കത് മനസ്സിലായത്, ഞാനത് വിശ്വസിച്ചത്. കാരണം ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്, അതുകൊണ്ടാണ് അവർ മുന്നറിയിപ്പ് കൊടുത്തേക്കുന്നത്. അത് വെറുതെ ഇട്ട് വെച്ചേക്കല്ല, അവിടെ ഇറങ്ങും. അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ കാര്യം ഇറങ്ങുന്നത്. ഇത് നമ്മൾ കയറിപ്പോയ വഴിയാണ് കേട്ടോ കാണുന്നത്. നമ്മൾ തിരിച്ച് അച്ചൻകോവിൽ റോഡിൽ വന്നിറങ്ങി. ഇനി നമ്മൾ നേരെ പുനലൂർ റോഡിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് അടുത്തൊരു സ്ഥലമായിട്ട് കാണാം. അപ്പം അതുവരേക്കും ഇറ്റ്സ് മീ റസൂ 25 സൈനിങ് ഔട്ട് ഫ്രോം ദിസ് വീഡിയോ. ലവ് യു ഗൈസ്.